നമ്മുടെ സിയോണിൽ ഇതേ അടുത്തൊരു വർക്ക് വന്നിരിക്കുകയാണ്. 2001 മോഡൽ ഹോണ്ട സിറ്റിയാണ്. ഒരു 2 ദിവസം മുന്നേ ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഈ വാഹനത്തിനെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ നമ്മളുടെ കയ്യിൽ ഈ വാഹനം നൽകിയിരിക്കുന്നത്. നിലവിലത്തെ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 2001 വെഹിക്കിളാണെന്നുള്ള രീതിയിൽ യാതൊരുവിധ പോരായ്മകളും വണ്ടിയിലില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിയുടെ ബോണറ്റ് നല്ല രീതിയിൽ തന്നെ ബെൻഡായിട്ടുണ്ട്. മാത്രമല്ല ബോണറ്റ് ഒരുപാട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് പുട്ടിയുടെതൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. അത് വണ്ടി ലാസ്റ്റ് ടൈം റീപെയിൻറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ചെയ്തതായിരിക്കാം. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ലോക്കാണ് ആക്ച്വലി പൊട്ടിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബോണറ്റ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ദേ നമ്മുടെ റേഡിയേറ്ററിൻ്റെ പൈപ്പും ബെൻഡായിട്ടുണ്ട്. അല്ലാണ്ട് എൻജിൻ റിലേറ്റഡ് ആയിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലില്ല. എന്തായാലും ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് പഴയ രൂപത്തിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അതിലേറ്റവും വലിയൊരു റിസ്ക് എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഹോണ്ട സിറ്റിയുടെ സ്പെയർ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എല്ലാം തന്നെ. ഈവൻ ബോണറ്റ് ആണെങ്കിൽ പോലും നമുക്ക് പുതിയൊരു പീസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തെടുക്കുക എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്ക്രാപ്പ് മാർക്കറ്റിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ വണ്ടിയുടെ കണ്ടീഷൻ ഇത്ര മാത്രമേ ഡാമേജ് എന്നുള്ള രീതിയിലുള്ളൂ. അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. ആ ക്ലിയർ ചെയ്യുന്ന ഏരിയ റീപെയിൻറ്റ് ചെയ്ത് അതിനെ ഒരു കുട്ടപ്പൻ കണ്ടീഷനിലോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ടീം സിയോൺ ശ്രമിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അത് ഗ്ലാസിൻ്റെ താഴ്വശത്ത് ഇവിടെയായിട്ട് ഒരു ഫൈബർ ക്യാപ്പ് കൂടി വരും. അതും വെഹിക്കിളിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിൽ തിരിച്ചു വയ്ക്കാനായിട്ടുള്ളൂ. ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓണറിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. അദ്ദേഹം ഓൾറെഡി വേറെയും വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു റൈഡബിലിറ്റി അത് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ ഒരു വാഹനം വിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളോട് ചോദിച്ചതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും നമ്മളുടെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും 100% എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും വാഹനം റീസ്റ്റോർ ചെയ്തതിന് ശേഷം എന്താണ് വാഹനത്തിൻ്റെ ഫൈനൽ ഔട്ട് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും ബൈ.